അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് സ്പെഷ്യൽ മൊമെൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന യൂസുഫ് നബിയുടെ ബാക്കി ചരിത്രവും ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ലുലു മാളിൽ പോയായിരുന്നു. നമ്മളങ്ങനെ ഫാമിലി ട്രിപ്പൊന്നും പോയിട്ടില്ല. ഫാമിലി ട്രിപ്പ് എന്നല്ല, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ട്രിപ്പൊന്നും പോയിട്ടില്ല. ഇത് സെക്കൻഡ് ടൈമാണ് നമ്മൾ ഫാമിലി ആയിട്ട് പുറത്തേക്ക് പോണത്. ലുലു മാളിലേക്ക് പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഉന്നക്കായ ഉണ്ടാക്കിയായിരുന്നു. അതും ഞാൻ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രത്തിൻ്റെ ബാക്കി പറയാം. സഹോദരങ്ങളാൽ കിണറിലകപ്പെട്ടു പോയ യൂസുഫ് നബിയെ ഒരു യാത്രാ സംഘം രക്ഷപ്പെടുത്തുകയും അടിമയായി ഈജിപ്തിൽ വിൽക്കപ്പെടുകയും ഈജിപ്തിലെ ധനകാര്യമന്ത്രിയായ അസീസ് അടിമയായി വാങ്ങുകയും അസീസിൻ്റെ കൊട്ടാരത്തിൽ മകനെപ്പോലെ വളർന്നു വന്ന യൂസുഫ് നബിയെ അസീസിൻ്റെ ഭാര്യ സുലൈഖയ്ക്ക് പ്രണയമാവുകയും അതിനാൽ ജയിലിലകപ്പെട്ടു പോയ യൂസുഫ് നബി ജയിലിൽ സ്വപ്നവ്യാഖ്യാനം നടത്തി ജീവിച്ചു കൊണ്ടിരുന്നവരെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ വ്യാഖ്യാനം ഒരുപാട് പേരെടുത്ത് ചോദിച്ചെങ്കിലും ശരിയായ വ്യാഖ്യാനം രാജാവിന് കിട്ടിയില്ല. അപ്പോഴാണ് കൊട്ടാര പരിചാരകനായ ഒരാൾ ജയിലിൽ വെച്ച് യൂസുഫ് നബി തൻ്റെ സ്വപ്നം വ്യാഖ്യാനം നടത്തി താൻ ജയിൽ മോചിതനാവുമെന്നും കൊട്ടാരത്തിലെ തൻ്റെ പഴയ ജോലി തിരികെ കിട്ടുമെന്നു പറഞ്ഞതും ഓർത്തത്. അപ്പോൾ തന്നെ ഈ വിവരം രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് യൂസുഫ് നബിയെ കൊണ്ട് സ്വപ്ന വ്യാഖ്യാനം നടത്തുവാൻ പരിചാരകനോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കൊട്ടാര പരിചാരകൻ ജയിലിൽ പോയി യൂസുഫ് നബിയോട് ഈ വിവരം അറിയിക്കുകയും 7 വർഷം ധാരാളം വിളവ് ലഭിക്കുകയും അതിനുശേഷം വരുന്ന 7 വർഷം ക്ഷാമത്തിൻ്റെ വർഷങ്ങളായിരിക്കുമെന്നും യൂസുഫ് നബി സ്വപ്നവ്യാഖ്യാനം നടത്തി. ശരിയായ സ്വപ്നവ്യാഖ്യാനം കേട്ട രാജാവ് സന്തോഷവാനാവുകയും യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ യൂസുഫ് നബി താൻ തെറ്റുകാരനല്ലെന്ന് തെളിയിച്ചാലേ ജയിൽ മോചിതനാവൂ എന്ന് പറയുകയും ചെയ്തു. ഇതിനാൽ രാജാവ് സുലൈഖ ബീവിയെ ചോദ്യം ചെയ്യുകയും യൂസുഫ് നബി തെറ്റുകാരനല്ലെന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ വൻ സ്വീകരണത്തോടെ യൂസുഫ് നബിയെ ജയിൽ മോചിതനാക്കുകയും കൊട്ടാരത്തിലെത്തിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിയ യൂസുഫ് നബിയുമായി രാജാവ് സ്വപ്നത്തെക്കുറിച്ച് ഒന്നുകൂടി ചർച്ച ചെയ്യുകയും വരാനിരിക്കുന്ന ക്ഷാമത്തിൻ്റെ 7 വർഷം എങ്ങനെ നേരിടാമെന്നും രാജാവ് യൂസുഫ് നബിയോട് ചോദിച്ചു. ആദ്യത്തെ 7 വർഷത്തിൽ നന്നായി വിളവെടുത്ത് വരാനിരിക്കുന്ന 7 വർഷത്തിനു കൂടി മാറ്റിവെക്കണമെന്ന് യൂസുഫ് നബി പറഞ്ഞു. ഇത് നല്ല ഐഡിയയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് ഭണ്ഡാരത്തിൻ്റെ ഭരണാധികാരം യൂസുഫ് നബിയെ ഏൽപ്പിക്കുകയും പിന്നീട് ധനകാര്യമന്ത്രിയായി യൂസുഫ് നബിയെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ വിളവെടുപ്പിൻ്റെ 7 വർഷം നന്നായി വിളവെടുത്ത് ആ വർഷം കഴിഞ്ഞുപോയി. ക്ഷാമത്തിൻ്റെ 7 വർഷം കടന്നു വരികയും ചെയ്തു. സൂക്ഷിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ ആവശ്യാനുസരണം ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അയൽരാജ്യങ്ങളെല്ലാം പട്ടിണിയിലാവുകയും ഈജിപ്തിൽ കുറേ ധാന്യങ്ങളുണ്ടെന്നറിഞ്ഞവർ ഈജിപ്തിലേക്ക് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയം യൂസുഫ് നബിയുടെ ജന്മനാടായ കനാനിലും വളരെ പട്ടിണിയും ക്ഷാമവുമായിരുന്നു. ഈജിപ്തിൽ കുറേ ധാന്യങ്ങളുണ്ടെന്നും കനാനിലും അറിഞ്ഞിരുന്നു. അങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. ഈജിപ്തിലെത്തിയ സഹോദരങ്ങളെ യൂസുഫ് നബി തിരിച്ചറിയുകയും അവരെ കൊട്ടാരത്തിൽ ക്ഷണിക്കുകയും ചെയ്തു. രാജവേഷത്തിൽ നിൽക്കുന്ന യൂസുഫ് നബി തൻ്റെ സഹോദരനാണെന്ന് സഹോദരങ്ങൾക്ക് മനസ്സിലായതുമില്ല. പരിചയമില്ലാത്തതുപോലെ യൂസുഫ് നബി തൻ്റെ സഹോദരങ്ങളെടുത്ത് പിതാവിനെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്തു. തങ്ങളുടെ പാപ്പ യാക്കൂബ് നബിയാണെന്നും തങ്ങൾ 12 സഹോദരന്മാരാണെന്നും ഒരാൾ കുഞ്ഞിലെ തന്നെ മരണപ്പെട്ടു പോയെന്നും യൂസുഫ് നബിയോട് പറഞ്ഞു. യൂസുഫ് നബിയുടെ സ്വന്തം സഹോദരനായ ബിന്യാമിൻ ആ കൂട്ടത്തിലില്ലായിരുന്നു. അതിനാൽ യൂസുഫ് നബി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരനും കൂടി ഉണ്ടല്ലോ, അയാൾ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിതാവിന് ഏറ്റവും ഇഷ്ടം യൂസുഫിനെയായിരുന്നു. യൂസുഫിൻ്റെ വിയോഗത്തിന് ശേഷം പിതാവ് ബിന്യാമിനെ എങ്ങോട്ടും വിട്ടിട്ടില്ലാന്ന്. ഇത് കേട്ട് യൂസുഫ് നബി പറഞ്ഞു, ഇളയ സഹോദരനെ കൊണ്ടുവരാത്തതിനാൽ കുറച്ച് ധാന്യങ്ങളെ ഇപ്രാവശ്യം തരൂ എന്നും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇളയ സഹോദരനെയും കൊണ്ടുവന്നാലേ ധാന്യങ്ങൾ തരൂ എന്നും പറഞ്ഞു. അങ്ങനെ കനാനിലെത്തിയ സഹോദരങ്ങൾ ഈ വിവരം പിതാവിനെ അറിയിക്കുകയും അടുത്ത പ്രാവശ്യം ബിന്യാമിനെ കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനെ ആദ്യം വിസമ്മതിച്ച യാക്കൂബ് നബി പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബിന്യാമിനെയും കൊണ്ട് ഈജിപ്തിലെത്തി. അങ്ങനെ ബിന്യാമിനെ കണ്ട യൂസുഫ് നബി വളരെ സന്തോഷവാനാവുകയും
താൻ സഹോദരനായ യൂസുഫാണെന്നും ബിന്യാമിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ പിതാവിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്നും അങ്ങയ്ക്കു വേണ്ടി കരഞ്ഞു കാത്തിരിക്കുകയാണെന്നും ബിന്യാമിൻ യൂസുഫ് നബിയെ അറിയിച്ചു. അങ്ങനെ ധാന്യങ്ങൾ ചാക്കുകളിലാക്കി സഹോദരങ്ങൾ യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോഴാണ് കൊട്ടാരത്തിലെ അളവുപാത്രം കാണാനില്ല എന്ന പരാതി വന്നത്. അതിനാൽ സഹോദരങ്ങളുടെ ചാക്കുകെട്ടുകളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ ബിന്യാമിൻ്റെ ചാക്കുകെട്ടിൽ നിന്നും അളവുപാത്രം കണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ ബിന്യാമിനെ ജയിലിൽ അടയ്ക്കുമെന്നും ബാക്കി സഹോദരന്മാർ തിരിച്ച് നാട്ടിൽ പോകാനും യൂസുഫ് നബി പറഞ്ഞു. ഇത് യൂസുഫ് നബിയുടെ ഒരു തന്ത്രമായിരുന്നു ബിന്യാമിനെ അവിടെ നിർത്താൻ. അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, ഇളയ സഹോദരനില്ലാതെ വീട്ടിൽ പോകാൻ പറ്റില്ലെന്നും പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിവിടെ പറയണമെന്ന്. അപ്പോൾ അവർ പണ്ട് തൻ്റെ സഹോദരനെ കിണറ്റിലിട്ടതും പിതാവിൽ നിന്ന് മറച്ചു വെച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ യൂസുഫ് നബി സഹോദരങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ തെറ്റ് ചെന്ന് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ട് തിരിച്ചു വന്നാൽ ബിന്യാമിനെ തിരിച്ചു നൽകാമെന്ന്. അങ്ങനെ സഹോദരങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ബിന്യാമിൻ ഇല്ലെന്നറിഞ്ഞ പിതാവ് ഏറെ വിഷമത്തിലാവുകയും പിതാവിൻ്റെ കണ്ണ് വെള്ളയാവുകയും ചെയ്തു. അപ്പോൾ സഹോദരങ്ങൾ യാക്കൂബ് നബിയായ പിതാവിനോട് തങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ചും അവിടെ നടന്ന സംഭവത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. അപ്പോൾ യാക്കൂബ് നബിക്ക് മനസ്സിലായി ഈജിപ്തിലെ രാജാവ് ഒരു നല്ലവനാണെന്ന്. അതുകൊണ്ട് തന്നെ പുത്രന്മാർ ഒന്നുകൂടെ ചെന്ന് തൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞാൽ ബിന്യാമിനെ തിരിച്ചയക്കുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ സഹോദരന്മാർ തിരിച്ച് ഈജിപ്തിലെത്തി. അപ്പോൾ ബിന്യാമിൻ്റെ കയ്യിൽ യൂസുഫ് നബിയുടെ ഒരു വസ്ത്രവും കൊടുത്ത് യൂസുഫ് നബി അവരെ എല്ലാവരെയും യാത്രയാക്കി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പിതാവിനെയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ബിന്യാമിനും സഹോദരന്മാരും യൂസുഫ് നബിയുടെ വസ്ത്രവുമായി തിരിച്ച് നാട്ടിലെത്തി. ഏറെ സന്തോഷവാനായ പിതാവായ യാക്കൂബ് നബി യൂസുഫ് നബിയുടെ വസ്ത്രം മണപ്പിച്ചപ്പോൾ തന്നെ കാഴ്ച തിരിച്ചു കിട്ടി. അങ്ങനെ പിതാവായ യാക്കൂബ് നബിയും സഹോദരങ്ങളും കുടുംബവും യൂസുഫ് നബിയെ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു ഈജിപ്തിലേക്ക്. അങ്ങനെ യാക്കൂബ് നബിയും യൂസുഫ് നബിയും കണ്ടുമുട്ടുകയും ഏറെ സന്തോഷവരായ അവർ ബാക്കിയുള്ള കാലം അവിടെ ജീവിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.